ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണ് കേട്ടോ. രാവിലേക്ക് നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പച്ചരി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ടിയില്ല, ഒരു 15-30 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ കഴുകിയെടുത്ത പച്ചരിയിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റാട്ടോ ആയിട്ടുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ പച്ചരി നമ്മൾ ആവശ്യത്തിനുള്ള കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പച്ചരിയെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അരി മാത്രമേ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 1/4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ തേങ്ങ. ഒരുപാട് തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, 1.5 ടീസ്പൂൺ മാത്രം മതിയേ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാള കേട്ടോ. അപ്പം വലിയ സവാള എന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ അതിന് പകുതി ആട്ടോ എടുത്തിട്ടുള്ളൂ. ഇനി വെള്ളമൊന്നും ചേർക്കാതെ നമ്മളിതാ ഇതുപോലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, ഇതുപോലെ ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉള്ള രീതിക്ക് വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അരിഞ്ഞ് മഷി പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നമ്മളിതാ ഈ രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടി കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന അരിപ്പൊടിയിൽ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആമീസിൻ്റെതാണേ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി കേട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനുള്ള കണക്കാട്ടം നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു പച്ചരിയും തേങ്ങയൊക്കെ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില 2-3 കറിവേപ്പില എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമ്മൾ വലിയ ജീരകവും ചേർക്കുന്നുണ്ട്. വലിയ ജീരകം നമ്മൾ നേരത്തെ അരക്കുമ്പം ചേർത്തിട്ടില്ല. അരക്കുമ്പം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അതങ്ങ് അരഞ്ഞു പോകട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അരക്കുമ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പത്തിരിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ചൂടുവെള്ളമൊന്നുമില്ല കേട്ടോ, നമ്മൾ സാധാരണ നോർമൽ വാട്ടറാണ്, പച്ചവെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കുന്നില്ല. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന മാവിൻ്റെ ആ ഒരു പാകത്തിന്, ഒറോട്ടിയൊക്കെ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാവിൻ്റെ ആ ഒരു പാകത്തിനായിട്ട് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തോട്ടോ. കറിയൊന്നും ആവശ്യമില്ല, നമുക്കൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കും ഇഷ്ടപ്പെടുക. നല്ല ക്രിസ്പിയാണ്, എന്നാൽ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്, എല്ലാം കൂടിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ കൈപ്പത്തിരി എന്നാണേ പറയാൻ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ നമ്മളെ പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ കുറച്ച് മാവൊന്ന് എടുത്തിട്ടൊന്ന് കൈവച്ച് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആട്ടോ വെച്ച് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് വന്ന സമയത്ത് നമ്മളതിലേക്ക് നമ്മളെ മാവ് ഇതുപോലെ ഇങ്ങനെ ഒരു ബോൾസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ, കൈ പൊള്ളുന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ പാലിൻ്റെ കവറോ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വായയിലൊക്കെ എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാകുന്നേ ഇതിന് കൈപ്പത്തിരി നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് നല്ല നൈസാകരുത്, എന്നാൽ നല്ല കട്ടിയിലുണ്ടാകാൻ പാടില്ല കേട്ടോ. ആ രീതിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടി. ഇനി അങ്ങനെ വെച്ചിട്ട് ഇതുപോലൊന്ന് ഈ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്മെല്ലൊക്കെ മാറുമല്ലോ. ആ ഒരു സമയത്ത് നമുക്കിതിനങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം അങ്ങ് ഇത്തിരി കൂട്ടി കൊടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണമെന്നില്ല, കുറച്ച് കൂടുതലാക്കിയിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് റെഡിയായിട്ട് വരുവേ. ഒരു 1-2 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കളറൊന്ന് നന്നായിട്ടൊന്ന് മാറ്റിയെടുത്ത് നല്ല ക്രിസ്പി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 സൈഡും ഏകദേശം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നല്ല സെറ്റായിട്ട് നല്ല സ്മെല്ലും നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റുമാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതിൽ നമ്മളിപ്പം പച്ചരി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ടാണ് പച്ചരി ചേർത്തിട്ടുള്ളത്. അരിപ്പൊടി മാത്രം ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഉണ്ടാകാൻ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് അരിപ്പൊടിയും കൂടി ചേർക്കുന്ന കൂട്ടത്തിൽ പച്ചരിയും കൂടിയും ചേർക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.